ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ സാധ്യത തേടി ആരോഗ്യവകുപ്പ്. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. ശസ്ത്രക്രിയയിലെ സങ്കീർണതയും മറ്റ് ആശങ്കകളും വിദഗ്ധ സംഘം യോഗത്തിൽ വിലയിരുത്തും. ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതപത്രം ആരോഗ്യവകുപ്പ് സുമയ്യയിൽ നിന്ന് വാങ്ങി. അതേസമയം ആരോപണ വിധേയനായ ഡോക്ടറെ ആരോഗ്യവകുപ്പും പോലീസും സംരക്ഷിക്കുന്നതായി വിമർശനവും ഉയരുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഗൈഡ് വയർ എങ്ങനെയെങ്കിലും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക, ഇതാണോ ലക്ഷ്യം വെക്കുന്നത്? രാഖി, വലിയ രീതിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലാവുന്നൊരു സാഹചര്യമുണ്ട്. മാധ്യമങ്ങളിലടക്കം വാർത്ത വരുന്നു. മാത്രമല്ല, നിരന്തരം ആരോഗ്യവകുപ്പിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനം കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടത് നീക്കം ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തുന്നില്ല എന്നടക്കം സൂചിപ്പിച്ചുകൊണ്ട് യുവതി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടാകുന്നത്. 2023 മാർച്ചിലാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങുന്നത്. എന്നാൽ അതിനുശേഷം കടുത്ത പനി, ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് വയർ കുടുങ്ങിയെന്ന വിവരം കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് യുവതി പലതവണ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുമായും ഇതുമായി ബന്ധപ്പെട്ടവരുമായെല്ലാം സംസാരിച്ചെങ്കിൽ പോലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് യുവതി പരാതിയിൽപ്പെടുന്നതിലേക്കൊക്കെ ചെന്നെത്തിയത്. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലെങ്കിൽ തണുപ്പിക്കണമെന്നൊരു നടപടി അല്ലെങ്കിൽ നിലപാടിലേക്കാണ് ആരോഗ്യവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് വീണ്ടും യുവതിയുടെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ളൊരു നീക്കങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്യുന്നത്. അതായത് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഈ ഗൈഡ് വയർ, ആ ഗൈഡ് വയർ രക്തധമനിയുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് നിലവിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുക എന്നത് അതിസങ്കീർണമായൊരു നടപടിയായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സങ്കീർണതകൾ എത്രത്തോളമുണ്ട്, ഓപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം എന്തെങ്കിലും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തും. വിദഗ്ധ സംഘം ഉൾപ്പെട്ടതാണ് മെഡിക്കൽ ബോർഡ് യോഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഗൈഡ് വയർ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം മാത്രമാകും ഓപ്പറേഷൻ മുന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സഹായത്തിന് ശ്രീചിത്ര മെഡിക്കൽ സയൻസിലെ വിദഗ്ധ ഡോക്ടറുടെ സഹായം ആരോഗ്യവകുപ്പ് തേടിയിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ടൊരു കത്തും നൽകിയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടറുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണതകൾ എന്തൊക്കെയാണ്, മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടാകൂ. എന്തായാലും ശസ്ത്രക്രിയ നടത്താം എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ബോർഡും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് യുവതി, അതായത് സുമയ്യ എന്ന കാട്ടാക്കട സ്വദേശിയായ നേരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നെഞ്ചിൽ ഈ ഗൈഡ് വയർ കുടുങ്ങിയ യുവതിയിൽ നിന്നും സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷമാണ് നടപടികളുമായി മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന അന്തിമ മെഡിക്കൽ ബോർഡ് യോഗമാണ് ഇന്ന് ചേരുന്നത്. ഇതിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഓപ്പറേഷൻ വേണമോ എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ചർച്ച ചെയ്തത്. അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടായിരുന്നു. നിരന്തരം ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, ഇത് ആരോഗ്യവകുപ്പിൽ ഈ വിഷയം പരാതിപ്പെട്ടിട്ട് 2023 മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിനുശേഷം കടുത്ത ശ്വാസതടസ്സമടക്കം വന്നതിനെ തുടർന്നാണ് യുവതി മറ്റ് ആശുപത്രിയിൽ പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്ക് ശേഷം എക്സ്റേ എടുക്കുമ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിയ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വിവരമെല്ലാം മെഡിക്കൽ ബോർഡിനെ അറിയിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ആരോഗ്യവകുപ്പിനെയും ആരോഗ്യ വിദഗ്ധരെ എല്ലാം അറിയിച്ചെങ്കിൽ പോലും നടപടികളുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ശസ്ത്രക്രിയ നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ
യുവതിയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തേടുന്നത്. ഇന്ന് നിർണായകമായ ഒരു ചർച്ച ഉണ്ട്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും സുമയ്യ ഈ ഒരു ശസ്ത്രക്രിയ നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം അവർക്ക് മുന്നിൽ മറ്റ് വഴികളില്ല എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കർ മംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.